ഈ കാണുന്ന ഓട്ടോ ചേട്ടന്മാരെല്ലാം ഈ വണ്ടികളെല്ലാം തിരിച്ചു വിടുന്നത് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? ഇന്ന് നവംബർ 15 ഇന്നൊരു 12 മണിയൊക്കെ ആയപ്പോഴാണ് CNG കൊണ്ടുവരുന്ന ഒരു വണ്ടി വഞ്ചിയും മഞ്ഞക്കോട്ടുമല വളവിൽ മറിഞ്ഞത്. ഈ കാണുന്ന വണ്ടിയില്ലേ, ഈ വണ്ടിയുടെ ബാക്ക് ഭാഗം മുഴുവൻ അങ്ങ് മറിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. വണ്ടിയുടെ ബാക്ക് ബോഡിയും ചേസും തമ്മിൽ വളരെ ചെറിയ ബന്ധമാണ് ഉണ്ടായിരുന്നത്. അത് കാരണമായിരിക്കും അപകടം ഉണ്ടായത്. എന്തായാലും വണ്ടി അവിടെ മറിഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവർ ക്രെയിനെല്ലാം വിളിച്ചിട്ടുണ്ടായിരുന്നു. അല്ലാതെ ആ വണ്ടി അവിടെ നിന്ന് എടുക്കാനൊന്നും പറ്റത്തില്ല. പിന്നെ അതേപോലെ തന്നെ ആ പ്രദേശത്തുള്ള ആൾക്കാരെല്ലാം ആദ്യമേ തന്നെ ഒഴിപ്പിച്ചിട്ടുണ്ടായിരുന്നു. വണ്ടി മറിഞ്ഞിടിച്ചതിന്റെ ഭാഗമായിട്ട് CNGയുടെ ചെറിയ ലീക്ക് ഉണ്ടായിരുന്നു. അത് വണ്ടിയുടെ ജീവനക്കാർ തന്നെ ശരിയാക്കിയിട്ടുണ്ടായിരുന്നു. അപകടം നടന്ന് വിളിച്ച സമയത്ത് തന്നെ പോലീസുകാരും ഫയർഫോഴ്സുകാരും സ്ഥലത്തെത്തിയിട്ടുണ്ടായിരുന്നു. ചുള്ളിമാനൂർ കൊച്ചുമുക്ക് റോഡും വഞ്ചൂർ റോഡും ബ്ലോക്ക് ചെയ്തിട്ടാണ് ഈ രക്ഷാപ്രവർത്തനം എല്ലാം നടത്തിയിട്ടുണ്ടായിരുന്നത്. ദൈവത്തിന്റെ കാരുണ്യം എന്ന് തന്നെ പറയാം. ഇത്രയും വലിയ അപകടം നടന്നിട്ട് ആർക്കും ഒരു അപകടം പറ്റിയില്ല. അതിൽ നമുക്ക് ആശ്വസിക്കാം. ഇതിനിടയ്ക്ക് അവിടെ നല്ല മഴ പെയ്തു കേട്ടോ. മഴ പെയ്ത സമയത്ത് അവർ രക്ഷാപ്രവർത്തനം ഒന്നും മതിയാക്കിയില്ലായിരുന്നു. ആ സമയത്ത് അവിടെ അവർ പണി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഇത് അവിടെ നിന്ന് കൊണ്ടുപോകാൻ വേണ്ടി ഒരുപാട് ഐഡിയകൾ നോക്കിയിട്ടുണ്ടായിരുന്നു. അവസാനം ലോറിയിൽ നിന്ന് സിലിണ്ടറെല്ലാം മാറ്റിയ ശേഷം സിലിണ്ടർ മാത്രമായിട്ട് പുതിയൊരു വണ്ടിയിലേക്ക് കയറ്റിയാണ് അവർ അവിടെ നിന്ന് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത്. എന്റെ അറിവിൽ ആദ്യമായിട്ടാണ് CNG ഒക്കെ ഇങ്ങനെ റോഡിൽ വീഴുന്നത് കണ്ടിട്ടുണ്ട്. അത് അവരുടെ അശ്രദ്ധയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഞാൻ ആദ്യമേ പറഞ്ഞില്ലേ, വണ്ടിയുടെ ആ ക്ലാമ്പിന്റെ കാര്യങ്ങളൊക്കെ. എന്തായാലും അധിക അപകടമൊന്നും ഉണ്ടാകാതെ അങ്ങനെ ഇങ്ങനെ പോയി. അതിന് ഏറ്റവും വലിയ എഫർട്ട് എടുത്തത് കേരള പോലീസും ഫയർഫോഴ്സും അതേപോലെ തന്നെ നാട്ടുകാരുമാണ് കേട്ടോ. നാട്ടുകാരുടെ സഹകരണം പറയാതിരിക്കാൻ വയ്യ. കൊച്ചുമുക്കിലെ ആട്ടോ സഹോദരന്മാർ സംഭവത്തിന്റെ ഗൗരവം മനസ്സിലാക്കി ജനങ്ങളുടെ ജീവന് വില നൽകിക്കൊണ്ട് മറ്റു വഴികൾ കൂടി തിരിച്ചുവിടുന്ന കണ്ടപ്പോൾ എനിക്കും സന്തോഷം തോന്നി. ഇവർക്കെല്ലാവർക്കും ഒരു ബിഗ് സല്യൂട്ട്.